അസ്സലാമു അലൈക്കും. നമ്മളൊരു ഡെസേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആവശ്യമായ സാധനങ്ങൾ: 2 റോബസ്റ്റ പഴം വട്ടത്തിൽ അരിഞ്ഞെടുത്തത്, 2 കോഴിമുട്ടയുടെ മഞ്ഞക്കുരു മാത്രം, ഒരു വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പാലിൽ കലക്കി വെച്ചത്, 1 കപ്പ് പഞ്ചസാര, പാല്, പിന്നെ ഹണി സാഫ്രോൺ ആണ്. നമ്മളെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമുക്കൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മഞ്ഞക്കുരു ഇട്ട് കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയുടെ പകുതി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും കോഴിമുട്ടയുടെ മഞ്ഞയും വാനില എസൻസും കൂടി നന്നായി മിക്സ് ചെയ്ത്, ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് 2 കപ്പ് പാല് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി കൈയെടുക്കാതെ കുറുകണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് ചേരുന്ന വരെ. പാലൊന്ന് ചൂടായി വന്നാൽ നമ്മളെടുത്ത് വെച്ച കോൺഫ്ലോർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും പെട്ടെന്ന്. കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഹണി സാഫ്രോൺ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. നമ്മൾ ഡെസേർട്ടിൻ്റെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. അതിനൊരു മുറിഞ്ഞ് വീഴുന്ന പരുവായി കിട്ടണം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് നന്നായിട്ട് തണുത്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയാക്കി എടുക്കാം. നമുക്കൊരു കപ്പ് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. നമുക്ക് മീഡിയം ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാൻ. ഉരുകി വരുമ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. വല്ലാണ്ട് ഇതായി കരിഞ്ഞു പോകും, അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. നല്ലൊരു ഈ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അത് കട്ട പിടിച്ച് പോകും. അപ്പോൾ കുഴപ്പമില്ല, നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് അത് കട്ടയൊക്കെ ഒഴിവായി അതിൽ തന്നെ മിക്സായി വരും. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച പഴം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം, ഒന്ന് മിക്സാക്കിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒക്കെ വെക്കാം. റെഡി ആയിട്ടുണ്ട്, നന്നായി കാരമലായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്ത് വെച്ച് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയർ നന്നായി തണുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് സെക്കൻഡ് ലെയർ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് സാഫ്രോൺ നമുക്കിതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി നോക്കാം. അടിപൊളി ഡെസേർട്ടാണ്, നല്ല ടേസ്റ്റാണ്. സാഫ്രോൺ ഹണിയുടെ നല്ലൊരു ടേസ്റ്റാണ് അതിന്.
വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.